എന്തുകൊണ്ടാ നമുക്ക് ആയത്ത് കേട്ടിട്ടും ഉപദേശം കേട്ടിട്ടും വഅദ് കേട്ടിട്ടും എല്ലാം അറിഞ്ഞിട്ടും നമുക്ക് എന്താ ഈമാൻ കൂടാത്തത്? ഉലമാക്കന്മാര് പറയുന്നു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈമാനിന്റെ കുറവുണ്ട് എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? ചില രോഗങ്ങളുണ്ടല്ലോ, ആ രോഗങ്ങൾ നമ്മൾ എങ്ങനെ അറിയാം? ചില അടയാളങ്ങൾ കാണിക്കുമ്പോഴാണ് രോഗത്തെ പറ്റി നമ്മൾ അറിയാം. എങ്കിൽ ഈമാനിന്റെ കുറവ് കാണിക്കുന്ന ചില അടയാളങ്ങളുണ്ട്. അതിലൊന്നാമത്തേതും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയോ? ഉലമാക്കന്മാർ രേഖപ്പെടുത്തി, അൽ വഖൂഉ ഫിൽ മആസി വർത്തികാബുൽ മുഹറമാത്. ഇസ്ലാം വിലക്കിയ മുഹറമാത്തുകളും മആസികളും പാപങ്ങളും തെറ്റുകളും ഒരാളിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അയാൾ ഇനി സംശയിക്കണ്ട, അയാൾ ഇനി വേറൊരു ഫത്വ ചോദിച്ച് നടക്കണ്ട. അയാളിൽ ഈമാനിന്റെ ശക്തമായ കുറവുണ്ട്. പാപങ്ങളിൽ തന്നെയാണോ ഇപ്പോഴും തുടരുന്നത്? ഈമാൻ കുറഞ്ഞോ എന്നുള്ളതിന്റെ ശക്തമായ അടയാളമാണ്. അങ്ങനെ പാപങ്ങൾ ചെയ്ത് 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 അവന്റെ മനസ്സിന്റെ ഈമാനിനെ സ്വാധീനിക്കുന്ന കൽബുണ്ടല്ലോ, ആ കൽബിൽ വരെ കറപുരണ്ട അവസ്ഥയാകും. ഓരോ പാപം ചെയ്യുന്നതിനനുസരിച്ച് ഇങ്ങനെ പുള്ളി വീണ് കറുത്തിരുണ്ട് കറപുരണ്ട അവസ്ഥയായിരിക്കും അവന്റെ കൽബിന്. കല്ലാബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവരുടെ കൽബുകൾക്ക് കറ വീണിരിക്കുന്നു. എങ്ങനെയാ? ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഭാഗമായി. പിന്നെ ആ കൽബിലേക്ക് ഉപദേശം കയറൂല. ആ കറപുരണ്ട ഹൃദയങ്ങൾക്ക് പിന്നെ ആയത്തുകൾ ഫലിക്കൂല. നിങ്ങളുടെ സാരോപദേശങ്ങൾ ആ വ്യക്തികൾക്ക് ഗുണം ചെയ്യൂല. അതുകൊണ്ട് പാപങ്ങളാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രധാനമായ ഈമാനിന്റെ കുറവിന്റെ അടയാളം. അതുപോലെ തന്നെ ചില ആളുകൾ പാപങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, വമുജാഹറ, ചെയ്ത പാപങ്ങളെല്ലാം വിളിച്ചു പറയുന്ന സ്വഭാവം കൂടി ഉണ്ടാകും. അതിനേക്കാൾ ദോഷമാണ്. പാപം ചെയ്തവനേക്കാൾ പാപിയാണ് ചെയ്ത പാപങ്ങൾ എല്ലാവരോടും വിളിച്ച് പരസ്യപ്പെടുത്തി സോഷ്യൽ മീഡിയയിലോ വേറെ എവിടെങ്കിലും പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്ത പാപത്തേക്കാൾ വലുതാ ചെയ്തത്. കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീൻ. എന്റെ ഉമ്മത്തിലെ എല്ലാ മനുഷ്യർക്കും മാപ്പ് കൊടുത്തേക്കാം, പുറത്തു കൊടുത്തേക്കാം. ഇല്ലൽ മുജാഹിരീൻ, പാപം ചെയ്തിട്ട് പരസ്യപ്പെടുത്തിയവരൊഴികെ. രാത്രി തെറ്റ് ചെയ്തു, അല്ല ആരോടും പറഞ്ഞിട്ടില്ല, അല്ല വിളിച്ചു പറഞ്ഞിട്ടില്ല, അല്ല മറച്ചു വെച്ചു. പക്ഷെ ഇവനായിട്ട് പകൽ അത് പോയി വിളിച്ചു പറയുന്നതോടെ അള്ളാഹു അവനെ കൈവടിഞ്ഞു. അവൻക്കിനി വിട്ടുകൊടുക്കൂല. അതൊക്കെ ഇതിന്റെ അടയാളങ്ങളായി രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു അടയാളം പറയാണ്, ഈമാന്റെ കുറവുണ്ടോന്ന് എങ്ങനെ അറിയാന്ന്? കൽബ് ഇങ്ങനെ പരുഷമാവുന്നു, കൽബ് കഠിനമായി പോകുന്നു, ഒരു മയം വരുന്നില്ല, അലിവ് തോന്നുന്നില്ല, ദയ തോന്നുന്നില്ല, കാരുണ്യം തോന്നുന്നില്ല. എന്താ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. തന്റെ കൽബിനെ ബാധിച്ചിരിക്കുന്നത് ഈമാന്റെ ദുർബലതയാണ്. പണ്ഡിതന്മാര് പറയാണ്, വലാ നൂറ ഖൽബിഹി മൗഇളത്തുൽ മൗത്ത്. എത്രയോ മരണവാർത്തകളും മരണങ്ങളും കൺമുമ്പിലൂടെ വായിച്ചിട്ടും കണ്ടിട്ടും അവന്റെ കൽബിൽ അലിവ് തോന്നൂല. വലാ റാഖത്തിഹി വലാ ബിൽ ജനാസതി. എത്രയോ ജനാസനെ കുളിപ്പിച്ചിട്ടുണ്ടാകും, കൊണ്ടുപോയി മറവ് ചെയ്തിട്ടുണ്ടാകും, നമസ്കരിച്ചിട്ടുണ്ടാകും. പക്ഷേ അവന് പാഠമായിട്ടില്ല, അവന്റെ മനസ്സിൽ അത് കേറുന്നില്ല, അലിവ് വരുന്നില്ല. അള്ളാന്റെ ഖുർആനിന്റെ 2-ാമത്തെ അധ്യായത്തിന്റെ 74-ാമത്തെ ആയത്തിൽ പറഞ്ഞു, ചില കൽബുകൾ അങ്ങനെയാണ്. അവർക്ക് മരണം കണ്ടാലോ അപകടങ്ങൾ കാണുമ്പോഴോ അങ്ങനെ ദുഃഖകരമായത് കാണുമ്പോഴൊന്നും അവർക്കൊന്നും സംഭവിക്കൂല. ചില ഹൃദയങ്ങൾ അങ്ങ് കഠിനമായി പോയിട്ട് കാണും, പാറക്കല്ലുകൾ പോലെ കഠിനമായിരിക്കും. ഔ അശദ്ദു ഖസ്വ, പാറയേക്കാൾ കഠിനമായ കൽബായി മാറും. ഒരു ദയയും അവന്റെ മനസ്സിന് തോന്നൂല, കഠിനമായി പോകും. അവന്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു പെരുമാറ്റങ്ങൾ അവരിന്ന് കാണാൻ സാധിക്കൂല. മറ്റൊന്ന് പറഞ്ഞിരിക്കുന്നത്, നമ്മളൊക്കെ ആലോചിക്കണം, ഇതൊക്കെ നമുക്കുണ്ടോന്നൊന്ന് ചെക്ക് ചെയ്താൽ മതി. അത്തകാസുലു അനി ത്വാഅതി വൽ ഇബാദതി വ ഇളാഅതിഹാ. ആരാധനകളിൽ എപ്പോഴും മടിയനായി മാറുന്നു. ഇബാദത്ത് നഷ്ടപ്പെട്ടാൽ യാതൊരു വിഷമവും തോന്നുന്നില്ല. ഏതൊരു നല്ല കാര്യത്തിനും അവന്റെ മനസ്സിൽ മടി പിടിക്കുകയാണ്. ഈ മടി ഈമാനിന്റെ ദുർബലതകളിൽ പെട്ടതാണ്.
മുനാഫിഖീങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ആരാ മുനാഫിഖീങ്ങൾ? മനസ്സുകൊണ്ട് ഈമാനിന്റെ കാപട്യം അനുഭവിക്കുന്നവരാണ്, ചെയ്യുന്നവരാണ് മുനാഫിഖീങ്ങൾ. അവരുടെ അടയാളം എന്താ? വഇദാ ഖാമൂ ഇലസ്സലാഹ്, അവര് നമസ്കരിക്കാൻ വേണ്ടി പുറപ്പെട്ട് ചെയ്താൽ ഖാമൂ കുസാല, നിസ്കരിക്കും. എങ്ങനെയാ? മടിയന്മാരായിരിക്കും, മടി പിടിച്ചായിരിക്കും. യുറാഊനന്നാസ്, ജനങ്ങളെ കാണാൻ വേണ്ടിയാണ് അവൻ നമസ്കരിക്കുന്നത്. ആളുകളെ കാണിക്കലായിരിക്കും അവരുടെ മെയിൻ. ജനങ്ങളുടെ കരങ്ങൾ, ജനങ്ങളുടെ കണ്ണിൽ, ദൃഷ്ടിയിൽ അവനൊരു ഭയങ്കര ഭക്തനായ നിസ്കാരക്കാരനായിരിക്കും. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീലാ, വളരെ കുറച്ച് മാത്രമേ അവൻ അല്ലാഹുവിനെ ഓർക്കുകയുള്ളൂ. അങ്ങനത്തെ മനുഷ്യന്മാരൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുക. പണ്ഡിതന്മാർ ഇന്ന് വരെ നമുക്ക് പറയാൻ പറ്റുന്ന ഉദ്ധരണികൾ എടുത്തിട്ട് പറയാണ്, ചിലരുണ്ട് അല്ലാഹനെ വളരെ കുറച്ചേ അവർ ഓർക്കാറുള്ളൂ. ഉദാഹരണം പറയാണ്, വലാ യദ്കുറുല്ലാഹ ബഅദ സ്വലാത്തിൽ മഫ്റൂള, ചില മനുഷ്യരുണ്ട് അവര് ഫർള് നമസ്കാരം കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ്, ഒരു 3 മിനിറ്റ്, അല്ലെങ്കിൽ ഏറിക്കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന എത്രയോ ദിക്റുകളുണ്ട്. ആ ദിക്റ് പോലും അവൻ ചെയ്യാൻ സന്നദ്ധനാവൂല. ഏറ്റവും ചെറിയ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അവൻ സന്നദ്ധനല്ല. അതുപോലെ തന്നെ അവൻ ഫിൽ ഖുറൂജ് മിനൽ മസാജിദി, പള്ളിയിലേക്ക് വന്നാൽ തന്നെയും എത്രയും വേഗത്തിൽ അവൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകും. അവിടെ ഇരിക്കൽ അവൻക്ക് അസ്വസ്ഥതയാണ്. ഫോണിൽ 3 മണിക്കൂർ ഇരുന്നാലും അവനക്ക് പ്രശ്നമല്ല, കടയിൽ ഒരു പണിയില്ലാതെ ഇരുന്നാലും അവനക്ക് പ്രശ്നമല്ല, വേറെ എന്ത് നുണ പറഞ്ഞ അങ്ങാടിയിലൂടെ നടന്നാൽ അവൻക്കൊരു ബേജാറില്ല. പള്ളിയിൽ ഒരു അല്പസമയം ഇരിക്കുമ്പോഴത്തേക്ക് അവൻ എന്തൊക്കെയോ ഒരു പ്രയാസം അനുഭവിക്കുക. അവർ പള്ളിയിൽ നിന്ന് വേഗത്തിൽ പുറത്തു കടക്കാൻ ശ്രമിക്കും. പിന്നെയോ അവരുടെ പ്രത്യേകത, വലാ യുഅദൂന സുനനി വറവാതിബി, ഫർളൊക്കെ എങ്ങനെയൊക്കെ ഒപ്പിച്ചു പോകും, സുന്നത്തുകൾ അവര് പാലിക്കാൻ അവർ സന്നദ്ധരല്ല. വഖിയാമുൽ ലൈൽ, ശ്രേഷ്ഠമായ രാത്രിയിൽ ഒന്ന് എഴുന്നേറ്റ് നിസ്കരിക്കാൻ അവരൊരുങ്ങൂല. വസുന്നത്തയ്യൽ ഫജ്രി, ഫജ്ർ നമസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, അതും അവർക്കില്ല. ചെയ്യാൻ സാധ്യമാകുന്ന എത്രയോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവനിൽ അടഞ്ഞുകൂടിയിട്ടുള്ള മടി, ഈമാനിന്റെ ദുർബലത കാരണം കൊണ്ട് ഇതിനൊന്നും അവനെ കൊണ്ട് കഴിയൂല. എന്നാൽ മുഅ്മിനീങ്ങളുടെ അടയാളം, ഈമാനുള്ളവന്റെ അടയാളം, കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, രാത്രി ഉറക്കമൊഴിച്ച് നമസ്കരിക്കും, ഇബാദത്തൊക്കെ ചെയ്യും, ധാരാളമായി അല്ലാഹനെ ഓർത്ത് ഇസ്തിഗ്ഫാർ നടത്തുന്നവരാണ് മുഅ്മിനീങ്ങൾ. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നോക്കുക, മടിയന്മാരിലാണോ നല്ല മുഅ്മിനീങ്ങളിലാണോ? മറ്റൊരടയാളം നമ്മൾ ആലോചിക്കണം, പാപങ്ങളും ഹറാമുകളും നാട്ടിലും കുടുംബത്തിലും വീടുകളിലും പരിസരങ്ങളിലും കാണുമ്പോ ഇവൻക്കൊരു കോപമോ ദേഷ്യമോ ഒന്നും വരുന്നില്ല. ഇവൻക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം, ഒരു ഇമോഷണൽ ആകുന്ന വിഷയം തന്നെ വരുന്നില്ല. ചില മനുഷ്യരങ്ങനെയാണ്. അവർ ഹദീസിൽ പറഞ്ഞ വാക്കിങ്ങനെയാണ്, ലാ യഅരിഫു മഅറൂഫ, നന്മയെ അവർ നന്മയായി അംഗീകരിക്കൂല. വലാ യുൻകിറു മുൻകറ, ഒരു പാപത്തെ അവർ കണ്ടാലും അവർ തടുക്കാൻ പോകൂല. നന്മയെ നന്മയായി അംഗീകരിച്ചു കൊടുക്കൂല, തിന്മ കണ്ടാലോ അതിനെ എതിർക്കാനും പോകൂല. ഇങ്ങനെയുള്ള മനുഷ്യർ ഈമാനിന്റെ ദുർബലതയുടെ ഭാഗമാണ്. മറ്റൊരു അടയാളം വശുഹുവൽ ബുഖിൽ, അങ്ങേയറ്റത്തെ ലുബ്ധനാകുന്ന ആർത്തിപ്പണ്ടാരമായി മാറും അവർ. വൽ ബുഖിൽ, ഒടുക്കത്തെ പിശുക്കനായി മാറും അവർ. ഇതെങ്ങനെ സ്വാഭാവികം? ഇതിന് പണമില്ലാഞ്ഞിട്ടല്ല, സൗകര്യമില്ലാഞ്ഞിട്ടല്ല, വരുമാനമില്ലാഞ്ഞിട്ടൊന്നല്ല, ഇത് മനസ്സിന്റെ ഉള്ളിൽ കൂടിയ രോഗമാണ്. അശുഹു വൽ ബുഖിൽ. ഇബ്നുൽ ഖയ്യിം ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, എന്താണ് ശുഹ് എന്ന് പറഞ്ഞാൽ? സമ്പത്തും അതുപോലെ തന്നെ ആവശ്യമുള്ള സാധനങ്ങളും നേടിയെടുക്കാനുള്ള ആർത്തിക്കാണ് ശുഹ് എന്ന് പറയാം. ബുഖ്ല് എന്ന് പറഞ്ഞാൽ തനിക്ക് കിട്ടിയ സമ്പത്തിൽ നിന്ന് ചെലവാക്കാനുള്ള പിശുക്കിനാണ് ബുഖ്ല് എന്ന് പറയാം. വമൻ യൂഖ ശുഹ നഫ്സിഹി ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഈ പിശുക്കിൽ നിന്ന്, ലുബ്ധതയിൽ നിന്ന്, ആർത്തിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ അവനായിരിക്കും യഥാർത്ഥ വിജയി. എത്രയോ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ കിടക്കുക. വീടില്ലാത്ത മനുഷ്യർ, രോഗശയ്യയിൽ കിടന്നുറങ്ങുന്നവർ,
തന്റെ ശരീരം നിലനിന്ന് പോകാൻ ഒരു കിഡ്നിക്ക് മാറ്റാൻ വേണ്ടി ചികിത്സ തേടുന്നു. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ വരിക. പക്ഷെ ഇയാളുടെ മുമ്പിൽ നിന്ന് പണത്തിൽ നിന്നൊരു പണത്തിന്റെ അംശം കൊടുക്കാൻ ഇയാളുടെ മനസ്സിൽ അങ്ങേയറ്റത്തെ പിശുക്കാണ്. ഈ പിശുക്ക് എവിടുന്നാ വരുന്നത്? ഖൽബിൽ നിന്നാണ്, ഈമാനിന്റെ ദുർബലമാകുന്ന അവസ്ഥയിൽ നിന്നാണ്. കാരണം ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ട് കാര്യങ്ങൾ ഒരാളുടെ ഖൽബിൽ ഒരേ സമയത്ത് ഉണ്ടാകൂല. രണ്ട് കാര്യങ്ങൾ ഒരേ സമയത്തുണ്ടാവൂല. വലാ യജ്തമിഉ ശുഹ വൽ ഈമാനു ഫീ ഖൽബിഹി അബ്ദിൻ അബദാ. ലാ യജ്തമിഉ ശുഹ വൽ ഈമാൻ, പിശുക്കും ലുബ്ധതയും ഈമാനും ഒരേ സമയത്തുണ്ടാകൂല. ഫീ ഖൽബി അബ്ദിൻ അബദാ, ഒരു അടിമയുടെ കൽബിൽ ഒരിക്കലും സമ്മേളിക്കൂല. ഏതെങ്കിലും ഒന്നുണ്ടാവുള്ളൂ. ഈമാൻ ഉണ്ടെങ്കിൽ പിശുക്കുണ്ടാവില്ല, പിശുക്കുണ്ടെങ്കിൽ അയാൾക്ക് ഈമാൻ ഉണ്ടാകില്ല. പിന്നെയും കാണാം ചെറിയ ചെറിയ കാര്യങ്ങൾ. വഹ്തിഖാറുൽ മഅറൂഫ് വസ്സുനനി, സുന്നത്തുകളോട് നന്മകളോട് പുച്ഛം തോന്നുക. ദീനിന്റെ സുന്നത്തുകൾ പാലിക്കുന്നതിനോടും അത് പറയുന്നതിനോടും അത് ചെയ്യുന്നതിനോടും നീരസം തോന്നുക. അതൊക്കെ ഈമാനിന്റെ കുറവ്. വഅദമു ഇഹ്തിമാമു ബിഖളായൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഇവൻക്ക് താല്പര്യമില്ല. അതൊക്കെ ഇപ്പൊ എന്ത് എന്നെ ബാധിക്കുന്ന കാര്യമൊന്നല്ലോ, അത് ഏതോ മുസ്ലിം ഏതോ നാട്ടിൽ. വകസ്റത്തുൽ ജിദാൽ, അമിതമായ തർക്കകുതർക്കിയായി നടക്കുക. അവനക്ക് അമേരിക്ക കിട്ടിയാൽ മതി, അവന് റഷ്യ കിട്ടിയാൽ മതി, കർണാടക കിട്ടിയാൽ മതി, എന്തെങ്കിലും ഒന്ന് കിട്ടുക. കുറെ തർക്കിച്ച് കാലങ്ങൾ കഴിച്ചു കൂട്ടുക. ഈ ജിദാല് പോലെ തർക്കം പോലെ തന്നെ അമിതമായി ചിരിച്ച് ആഹ്ലാദിച്ച് നടക്കുന്ന ആളുകളെ പറ്റിയിട്ടും പറഞ്ഞു, നിങ്ങൾക്കതുണ്ടാകരുത്. കാരണം അത് മനുഷ്യ നിന്റെ മനസ്സുകളെ മരിപ്പിക്കുന്ന കാര്യമാണ്. വെറും ചിരിപ്പിക്കലും തമാശയായിട്ട് നടക്കുക, അത് കൽബിനെ മരിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന്. സഹോദരങ്ങൾ, അതുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കയറി വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ഇനി പണ്ഡിതന്മാർ പറഞ്ഞ അതിന്റെ രണ്ടാമത്തെ ഒരു ഭാഗമുണ്ട്. ഇതിന്റെ കാരണം എന്താണ്? ഈ പ്രശ്നങ്ങൾ ഉടലെടുക്കാനുണ്ടായ കാരണം എന്താണ്? ഈമാനിന്റെ ദുർബലതക്കുള്ള അസ്ബാബുകൾ എന്താണ്? അതുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി പരിശോധിക്കണം. ഈ കാരണങ്ങൾ മാറാതെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. അതിൽ ഉലമാക്കന്മാര് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, കുറെ കാലങ്ങളായി ഇസ്ലാമും മുസ്ലിമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഇസ്ലാമിനെയും ഈമാനിനെയും അതിന്റെ ഘടകങ്ങളോടും ഒരു വില കുറഞ്ഞ സമീപനം ഉണ്ടാവുക. അല്ലാഹുവിന്റെ ഖുർആന പറഞ്ഞ്, വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ്, വേദഗ്രന്ഥം ലഭിക്കപ്പെട്ടവരെ പോലെ നിങ്ങളാകരുത്. മിൻ ഖബ്ലു ഫതാല അലൈഹിമുൽ അമദ്, ഒരുപാട് കാലം അവർ ആ വേദഗ്രന്ഥത്തിന്റെ കൂടെ ജീവിച്ചു. ഫഖസത് ഖുലൂബുഹും, അങ്ങനെ അവരുടെ ഹൃദയങ്ങൾ ഖാസിതായി കഠിനമായി പോയി, ഒരു വിലയില്ലാതെയായി പോവുക. പറയുന്ന ആയത്തുകളോടും അതുപോലെ ഉപദേശങ്ങളോടും ഒക്കെ കാലങ്ങൾ കുറേയായി ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അവരതിനോട് അങ്ങനെ നീരസപ്പെട്ടു പോകുന്ന അവസ്ഥയുണ്ടാവരുത്. സൽക്കർമ്മകാരികളായ നേതൃത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടന്നാൽ അത് നിങ്ങളുടെ ഈമാനിനെ കളയുന്ന കാരണങ്ങളാണ്. അള്ളാഹുവിൽ നിന്നുള്ള ഇൽമ് പഠിക്കാനും ആ ഗ്രന്ഥങ്ങൾ വായിക്കാനും സന്നദ്ധനാവാതെ ഇരിക്കുന്നതും ഈമാനിന്റെ കുറവിന്റെ കാരണമാണ്. പഠിക്കണം, നമ്മൾ ധാരാളം കാര്യങ്ങൾ അറിയാനുണ്ട്, വായിക്കാനുണ്ട്. നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ പഠിക്കേണ്ടുന്ന പ്രാവർത്തികമാക്കേണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനമാണ് അള്ളാന്റെ കലാമ് പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കണം. എത്ര ആളുകൾ അതിനു വേണ്ടി ശ്രമിക്കാറുണ്ട്, ഇരിക്കാറുണ്ട്, താല്പര്യം കാണിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ നമ്മുടെ ക്ലാസ്സുകൾ വീണ്ടും ശക്തമായി തന്നെ എല്ലാവരെയും അതിലേക്ക് ക്ഷണിച്ചുകൊണ്ട് തന്നെ നാളെ മുതൽ നമ്മുടെ വിശുദ്ധ ഖുർആനിന്റെ പഠന ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. സൂറത്ത് ത്വാഹ എല്ലാ ശനിയാഴ്ചകളിലും രാവിലെയാണ് പുരുഷന്മാർക്ക് ക്ലാസ് നടക്കുന്നത്, സുബഹിക്ക് ശേഷം. സ്ത്രീകൾക്ക് വെള്ളിയാഴ്ചകളിൽ അസ്ർ നമസ്കാര ശേഷം. നമ്മുടെ ഭാര്യ, നമ്മുടെ പെൺകുട്ടി, നമ്മുടെ മക്കളൊന്നും ഖുർആനോ ദീനോ പഠിക്കാതെ പോയാൽ നിങ്ങൾ എത്ര വിലപിടിപ്പുള്ള പർദ്ദ കൊണ്ടുപോയി ഇട്ടുകൊടുത്താലും അവരുടെ കൽബിൽ കിടക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയൂല. വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശമാണ് ഈമാൻ കുറയാനുള്ള കാരണം ദുനിയാവിൽ മുങ്ങിക്കുളിക്കുക. വെറും ദുനിയാവ്. രാവിലെ എഴുന്നേറ്റാ ചിന്തിക്കുന്നത് എന്തൊക്കെയോ ഉണ്ടാക്കണമെന്നാണ്. രാത്രി കിടന്നുറങ്ങുമ്പോഴും അവന്റെ മനസ്സിൽ ദുനിയാവിനോടുള്ള ആർത്തിയാണ്. ഈ മനുഷ്യന്റെ കൽബിൽ എങ്ങനെയാ ഈമാൻ പൊട്ടിപ്പുറപ്പെടുക?
ഒരു ഹദീസിൽ പറയാ, ദീനാറിന്റെ അടിമ, ദിർഹമിന്റെ അടിമ അവൻ നശിക്കട്ടെ. വെറും ദീനാറും ദിർഹം, അന്ന് അവരുടെ നാട്ടിൽ അതാണ്. ദീനാറിന്റെയും ദിർഹമിന്റെയും അടിമ നശിക്കട്ടെ. എന്തേ കാരണം? അവന്റെ ഒരു അടയാളം, ഇന്നുഅതിയ റളിയ, അവൻക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷായി. വഇല്ലം യുഅത സഖിത, അവന് പണവും ദിർഹമും ദീനാറും കിട്ടാതെയായാൽ ഭയങ്കര ദേഷ്യം. പിന്നെ പള്ളിക്കില്ല, കമ്മിറ്റിക്കാരോട് ദേഷ്യം, മറ്റവനോട് വെറുപ്പ്, എല്ലാരോടും വെറുപ്പ്. അവൻ അബ്ദു ദീനാരി വദ്ദിർഹമാണ്. പണത്തിന്റെ ആളുകളായി, അടിമകളായി നിങ്ങൾ മാറരുത്, നിങ്ങളെ ബാധിക്കും. വതൂലൽ അമൽ, അമിതമായ ആർത്തി ഉണ്ടാകുന്ന അവസ്ഥ. ജീവിതത്തോട് ഒരുപാട് കാലം ഇവിടെ സുഖിച്ച് രസിച്ച് കിടന്നങ്ങനെ പോണം എന്ന ഒരു ആർത്തിയുടെ ചിന്തയുണ്ടെങ്കിൽ അതും നാശമാണ്. വല്ലിഫറാത്തു ഫിൽ അഖിലി, തീറ്റയിലുള്ള അതിരുവിടൽ, വന്നൗമി, ഉറക്കത്തിലുള്ള അതിരുവിടൽ, വെറും ഉറക്കം, വെറും തീറ്റ, വസ്സഹരി, ഉറക്കമൊഴിക്കൽ, ഫുൾ ടൈം ഉറക്കമൊഴിച്ച് വെറുതെ ഉറക്കമൊഴിച്ച് അങ്ങനെ സമയം കളഞ്ഞ് വിനോദത്തിലായിരിക്കുന്നത്, വൽ കലാം, അനാവശ്യമായ സംസാരങ്ങളുമായി നടക്കുന്ന ആളുകൾ. ഇതൊക്കെ ഉണ്ടാക്കുന്നത് അയാളുടെ ഈമാനിനെ ചോർത്തിക്കളയുന്ന കാര്യങ്ങളാണ്. ഈ കാരണങ്ങൾക്കുള്ള പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്തിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മുഴുവൻ നശിപ്പിക്കുന്ന രൂപത്തിൽ വേറെ പലതും ദുഷിച്ച ചിന്താഗതികൾ കയറി വന്നുകൊണ്ട് നമ്മളിൽ ഉണ്ടാകേണ്ടുന്ന നന്മകളെ നമ്മിൽ നിന്ന് തട്ടിയകറ്റപ്പെടും. അവസാനം ഈമാനോടുകൂടെ ഒന്ന് മരിക്കുക എന്ന നമ്മുടെ വലിയ ആഗ്രഹങ്ങൾ പോലും ഇല്ലാതെയായി വിലപിച്ചുകൊണ്ട് ലോകത്തുനിന്ന് വിട പറയേണ്ടുന്ന രംഗത്തെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കുക. അള്ളാഹു നമുക്ക് ഈമാൻ ശക്തമായി അധികരിപ്പിച്ച് നൽകുമാറാകട്ടെ.